ബ്രോ, ഞാനൊരു പ്രൊഡ്യൂസറിന് കഥ വായിച്ചു കൊടുത്തു, പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആളെന്നെ ഒഴിവാക്കി. സ്റ്റോറിയാണ് അപ്പോൾ നമുക്ക് സെല് ചെയ്യേണ്ടത്. അപ്പം അതിന് ഏത് രീതി ഫോക്കസ് ചെയ്യാം, പക്ഷെ വെറുതെ ബിൽഡപ്പ് കൊടുക്കുകയല്ല ഇവിടെ വേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരു മെയിൻ നടൻ അതിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അധിക സിനിമകളും നമ്മൾ കാണുന്ന എന്താ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഇൻട്രോ ഉണ്ടാവും, നല്ലൊരു ബിൽഡപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബിൽഡപ്പിൽ തന്നെ കഥ പറയാം. ക്യാരക്ടറിനെ പറയാനല്ല കേട്ടോ പറയുന്നത്, കഥയെ ആ ഒരു ബിൽഡപ്പിൽ കൊടുത്തിട്ട് വേണം പറയാൻ. ഇപ്പോൾ സിനോപ്സിസ് ആവുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി പറയില്ല, നല്ലൊരു കോൺഫ്ലിക്റ്റ് വേണം. അതിനോടൊപ്പം തന്നെ ക്ലൈമാക്സ് പറയരുത്. ക്ലൈമാക്സ് പറയാതെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ലെവലിൽ നിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, അവർക്ക് സ്ക്രിപ്റ്റ് വായിച്ചാലേ ക്ലൈമാക്സ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിലാവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് സ്ക്രിപ്റ്റ് വായിക്കാനുള്ള ഒരു രീതിയിലേക്ക് ഈ സംഭവം പോകും. മനസ്സിലാക്കേണ്ട കാര്യം, സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്യുമെൻ്റ് അല്ല, അത് ഒരു സിനിമയുടെ ട്രെയിലർ പോലെയാണ്. അത് കണ്ടു കഴിഞ്ഞാലാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കണോ വേണ്ടതെന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങോ സ്ക്രിപ്റ്റിങ്ങോ വല്ലതും പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ഇൻബോക്സിലേക്ക് അയക്കാം. അപ്പോൾ ഫോളോ ഫോം.